بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ദർസിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദർസിൽ നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇസ്ലാമിക സൈന്യം കീഴ്പ്പെടുത്തിയ സംഭവങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിന് മുന്നോടിയായി എന്താണ് ഇസ്ലാമിക വിജയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിക ജിഹാദ് കൊണ്ടുള്ള ലക്ഷ്യമെന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ചെറിയ രൂപത്തിൽ സൂചന നൽകുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം വരെ, അതല്ലെങ്കിൽ സഹാബിമാരുടെ കാലം വരെ, അതിനു മുമ്പ് 1000-ഓളം വർഷം നിലനിന്നിരുന്ന രണ്ട് സാമ്രാജ്യങ്ങളാണ് പേർഷ്യൻ റോമാ സാമ്രാജ്യങ്ങൾ. ആ സാമ്രാജ്യങ്ങളെയാണ് സഹാബിമാർ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളാക്കി മാറ്റിയത്. അതിൽ പേർഷ്യൻ സാമ്രാജ്യം, അന്ന് നിലവിലുണ്ടായിരുന്ന സാസാൻ സാമ്രാജ്യം പരിപൂർണമായി കഥാവശേഷമായി. റോമൻ സാമ്രാജ്യമാണ് പിന്നീട് അല്പാൽപമായി നിലനിന്നിരുന്നത്. റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലനിന്നിരുന്നത് ബൈസന്റൈൻ സാമ്രാജ്യമാണ്. അതല്ല ശരിക്ക് യഥാർത്ഥത്തിലുള്ള റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ യൂറോപ്യൻ ഭാഗങ്ങൾ ക്ഷയിച്ചില്ലാതെയായി. പിന്നീട് അതിൻ്റെ കിഴക്ക് ഭാഗമായ അറേബ്യയോട് ചേർന്നുള്ള ഭാഗത്ത് രൂപം കൊണ്ട കുസ്തന്തീനിയ എന്ന അറബിയിൽ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണതുള്ളത്. ആ പ്രദേശം ആസ്ഥാനമായി രൂപം കൊണ്ട ബൈസന്റൈൻ സാമ്രാജ്യമായിരുന്നു പിന്നീട് റോമാ സാമ്രാജ്യം എന്ന പേരിൽ നിലനിന്നിരുന്നത്. അത് രണ്ടും എവിടെ വേർതിരിയുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാൻ പറ്റാത്ത രൂപത്തിൽ അത് രണ്ടും ഒന്നു തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ സാമ്രാജ്യത്തിനോടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അവർ പരിപൂർണമായി പരാജയപ്പെടുകയും ചെയ്തത്. അവരോടുമുള്ള യുദ്ധത്തിനും ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ മദീനയിലെ ഇസ്ലാമിക രാജ്യത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ചിന്താഗതി ആദ്യമായി ഉടലെടുത്തത് അവരുടെ മനസ്സിലാണ്. ആരുടെ? റോമാക്കാരുടെ. യഥാർത്ഥത്തിൽ റോമാക്കാരുമായി മുസ്ലിങ്ങൾക്ക് വിശ്വാസപരമായി ചില ബന്ധങ്ങളുണ്ട്. ഒന്നാമതായി അവരുടെ ഔദ്യോഗിക മതം ക്രിസ്തുമതമാണ്. ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന മതത്തിൻ്റെ അവശിഷ്ടമാണ്. അവർ ഒരുപാട് രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ക്രിസ്തുമതം എന്ന പേരിൽ അവർ പരിപാലിച്ചു കൊണ്ടു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ റോമാക്കാരും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ പലപ്പോഴും റോമാക്കാർ വിജയിക്കുന്നത് വിശ്വാസികൾക്ക് സന്തോഷമായിരുന്നു. പേർഷ്യക്കാരുടെ പതനം
വിശ്വാസികൾ കാംക്ഷിച്ചിരുന്നു. ഈ കാര്യമൊക്കെ ഖുർആനിൽ സൂറത്ത് റൂമിൽ പ്രതിപാദിക്കുന്നുണ്ട്. അലിഫ് ലാം മീം ഗുലിബത്ത് റൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് ലഭിച്ചതിന് ശേഷമാണ് പേർഷ്യൻ സാമ്രാജ്യം ബൈസന്റൈൻ ചക്രവർത്തിമാരെ തോൽപ്പിക്കുകയും അവരുടെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഖുർആനിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബൈസന്റൈൻ ചക്രവർത്തി സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിനെതിരെ വിജയം കൈവരിച്ച കഥയും ആ സൂറത്തിലെ സൂചനയാണ്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചരിത്രപരമായും വിശ്വാസപരമായും ബന്ധമുണ്ടെങ്കിലും ചരിത്രപരമായ ബന്ധമെന്ന് പറയുന്നത് റോമാ സാമ്രാജ്യക്കാരുടെ മതമായ ക്രിസ്തുമതത്തിലേക്ക് അറബികളിൽ ഒരുപാട് പേർ പരിവർത്തിക്കപ്പെട്ടിരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിലുള്ള വിശ്വാസം എന്ന ധാരണയിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നർത്ഥം. പ്രത്യേകിച്ച് അറേബ്യയുടെ വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ഗോത്രങ്ങൾ ഒന്നടങ്കം, ഉദാഹരണത്തിന് ഖുദാഅ ഗോത്രക്കാർ, അവരിലെ മഹാഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്നു. ലുഹം, ജുദാം എന്നൊക്കെ പറഞ്ഞ് അറേബ്യയുടെ വടക്ക് ഭാഗത്തുള്ള പ്രത്യേകിച്ച് ഷാമില് അവിടേക്കുള്ള ഗോത്രങ്ങളൊക്കെ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ അറബികളുടെ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളായതുകൊണ്ട് തന്നെ അവരുമായി സാംസ്കാരികമായും മതപരമായും ബന്ധമുള്ളവരാണ് റോമാക്കാർ. അങ്ങനെ അടുപ്പത്തിൽ നിൽക്കേണ്ടതിന് പകരം റോമാക്കാർ ചെയ്തത് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യം ഉദയം ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ തകർച്ചയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജ്യം സ്ഥാപിച്ചതോടുകൂടി, ഇസ്ലാമിക സമൂഹം നിലവിൽ വന്നതോടുകൂടി അതിനെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ അതിന് പ്രേരണ നൽകിക്കൊണ്ട് മുനാഫിക്കുകളുമായും യഹൂദന്മാരുമായും സഖ്യത്തിലായിരുന്നു റോമാക്കാരുണ്ടായിരുന്നത്. അങ്ങനെ അവർ കിട്ടിയ തക്കൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെ സൂചനയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറയുകയുണ്ടായത്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് റോമൻ രാജാവ് എഴുതിയ പേർഷ്യൻ എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ പരാമർശിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. യഥാർത്ഥത്തിൽ കത്തെഴുതിയത് റോമാക്കാരാണ്. ആ കത്ത് നിലവിലില്ല. കാരണം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കത്ത് ലഭിച്ചപ്പോൾ അത് നോക്കിയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിൽ പോയി ആ കത്ത് ചുരുട്ടി അടുപ്പിലെറിയാണ് ചെയ്തത്. അതിനകത്ത് കത്തിച്ചു കളഞ്ഞു. അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിനെതിരെ ആദ്യമായി നടത്തിയ ചാരപ്രവൃത്തിയുടെ ഒരു തെളിവായി അത് നമ്മൾക്ക് ഒരുപക്ഷെ ലഭിച്ചേക്കുമായിരുന്നു. ഏതായിരുന്നാലും വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധിക്ക് ശേഷം ലോകത്തുള്ള അല്ലെങ്കിൽ അറേബ്യയുടെ അടുത്തുള്ള സമീപത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതിയ കൂട്ടത്തിൽ ഹിറക്കലിലും കത്തെഴുതിയിരുന്നു. റോമൻ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഹിറക്കൽ ചക്രവർത്തിക്ക് കത്തെഴുതിയിരുന്നു. അതേപോലെ അയാളുടെ കീഴിലുണ്ടായിരുന്ന ഉപരാജാക്കന്മാർ, ഉദാഹരണത്തിന് ഈജിപ്തിലുണ്ടായിരുന്ന മുക്കൗക്കിസ് രാജാവിന് എഴുതിയിരുന്നു. അറേബ്യയുമായി തൊട്ടു ചേർന്ന് കിടന്നിരുന്ന ബുസ്ര, ജോർദാനിൻ്റെയും സിറിയയുടെയൊക്കെ തൊട്ടടുത്ത ഭാഗങ്ങളുടെ രാജാവായിരുന്ന ബുസ്രയിലെ രാജാക്കന്മാർക്ക് മലിക്കുൽ ഖസ്സാൻ എന്നറിയപ്പെടുന്ന ഖസ്സാൻ രാജാവിന് കത്തെഴുതിയിരുന്നു. ഇങ്ങനെ എഴുതിയ കൂട്ടത്തിൽ ഹിറക്കലിലും എഴുതിയത് നമ്മൾക്ക് സ്വഹീൽ ബുഖാരിയിൽ തന്നെ കാണാൻ പറ്റും. മറ്റു രാജാക്കന്മാർക്ക് എഴുതിയതും സ്വഹീൽ ബുഖാരിയിലുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഹിറക്കൽ ചക്രവർത്തി ഈ കത്ത് ലഭിക്കുമ്പോൾ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. അതായത് റോമാക്കാരുടെ വിജയം, പേർഷ്യക്കെതിരെ റോമൻ രാജ്യത്തിന് വിജയം നൽകിയാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാം എന്ന് അദ്ദേഹം നേർച്ചയാക്കിയിരുന്നു. നല്ല വിശ്വാസിയും ഈ പഴച്ച വിശ്വാസമാണെങ്കിലും ആ വിഷയത്തിൽ ആത്മാർത്ഥതയും അതേപോലെ തന്നെ വേദപണ്ഡിതനുമായിരുന്നു ഹിറക്കൽ രാജാവ്. അദ്ദേഹം നേർച്ചയാക്കിയത് സിറിയയിലെ ഹംസ് എന്ന പ്രദേശത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ ഈലിയ എന്നാണ് അവർ പറയുക, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്ന് ഹജ്ജ് ചെയ്യാനാണ്. അങ്ങനെ റോമാ സാമ്രാജ്യം പേർഷ്യക്കാരെ തോൽപ്പിച്ചപ്പോൾ അദ്ദേഹം നേർച്ച കൂട്ടാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ദിഹിയത്തുൽ കൽബി എന്ന സഹാബി ബുസ്രായിലെ രാജാവ് മുഖാന്തരം ഹിറക്കൽ ചക്രവർത്തിയെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ഈ കത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നടന്നു വരുന്ന സമയത്ത് നടന്നു വന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. അവർ ഈലിയ എന്നാണ് പറയുക, അവരുടെ അറബിയിലും ആ പേരുണ്ട്, അവരങ്ങനെയാണ് വിളിക്കാറുള്ളത്. അദ്ദേഹം വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു, മുഖമൊക്കെ വളരെ വാടിയ നിലയിൽ. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന പാതിരിമാരും സിൽബന്തികളൊക്കെ ചോദിച്ചു, എന്താണ് മഹാരാജാവിന് വല്ലാത്ത ക്ഷീണവും ദുഃഖവുമൊക്കെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ട ഒരു സ്വപ്നമാണ്, സുന്നത്ത് നിർവഹിക്കുന്നവരുടെ രാജാവ് വന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ചില പ്രവചനങ്ങളെ സംബന്ധിച്ച് ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പറയുകയും ആരാണ് സുന്നത്ത് നിർവഹിക്കുന്ന ആളുകൾ, പുരുഷന്മാർക്ക് ചെയ്യുന്ന ചേലാകർമ്മം അതാണ് ഉദ്ദേശിച്ചത്, എന്ന് ചെയ്യുന്നവർ എന്ന് അന്വേഷിക്കുകയും
അയാളോട് പറയപ്പെട്ടു അറബികളാണ് അങ്ങനെ ചലകർമ്മം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. യഹൂദന്മാരും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം കൽപ്പിച്ചത് യഹൂദന്മാരിലെ പുരുഷന്മാരെ കൊല്ലാനാണ്, കുട്ടികൾ ജനിക്കുന്ന കുട്ടികളെ. പിന്നെയാണ് അറബികളും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാൻ. ഈ സമയത്താണ് അബൂ സുഫിയാനും സംഘവും സിറിയയിലേക്ക് കച്ചവട ആവശ്യാർത്ഥം ചെന്നതാണ്. അവർ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുണ്ടായിരുന്നു. രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ കണ്ടുമുട്ടാൻ പറ്റി. അബൂ സുഫിയാനെയും കൂട്ടരും പിടിച്ച് അവരെന്ത് ചെയ്തു, രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നബിയ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അയാളുമായി കുടുംബബന്ധമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ അടുത്ത കുടുംബക്കാരനാണ്. അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ 8-10 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. റസൂലിന്റെ തറവാടിനെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയെ സംബന്ധിച്ച്. ആ കൂട്ടത്തിൽ ചോദിച്ച ഒന്നായിരുന്നു, ആരെങ്കിലും മുസ്ലിം ആയതിനു ശേഷം പിന്നീട് മുർത്തദ്ദാവുന്നുണ്ടോ എന്ന്. അന്നങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, സത്യസന്ധമായി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അദ്ദേഹം വഞ്ചിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് അബൂ സുഫിയാൻ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഒരു എഗ്രിമെന്റിലാണുള്ളത്, ഒരു ഉടമ്പടിയിൽ, ഹുദൈബിയ സന്ധി. അത് ലംഘിക്കുമോ എന്നറിയില്ല, അത് മാത്രമേ എനിക്ക് കടത്തിക്കൂട്ടാൻ പറ്റിയതുള്ളൂ എന്ന് അബൂ സുഫിയാൻ പറയാണ്. ബാക്കിയുള്ള ചോദ്യത്തിനൊക്കെ സത്യസന്ധമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ ഹിറക്കലിന്റെ പ്രതികരണം, നീ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫൈൻകാന മാ തഖൂലു ഹക്കൻ ഫസയംലികു മൗദിഅ ഖദമയ്യ ഹാതൈൻ, ഞാൻ ഈ ചവിട്ടിയ സ്ഥലം പോലും ആ മുഹമ്മദ് ഉടമപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് കേട്ടപ്പോൾ അബൂ സുഫിയാൻ ആകെ പേടിച്ചുപോയി. അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോന്നു. ആ സമയത്ത് കൂട്ടുകാരോട് പറഞ്ഞു, അബൂ കബീഷയുടെ മകനെ വെള്ളക്കാരുടെ രാജാവ് പോലും പേടിക്കുന്ന രൂപത്തിൽ അവൻ്റെ കീർത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയാറുള്ള വാക്കാണ്. കാരണം അബൂ കബീഷ ജാഹിലിയ കാലത്ത് ക്രിസ്ത്യാനിയായ മനുഷ്യനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ മതം മാറി എന്ന അർത്ഥത്തിൽ അവർ വിളിക്കുന്നതാണ്, ചേർത്തി അബൂ കബീഷിലേക്ക് ചേർത്തി പറയുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അബൂ സുഫിയാൻ തന്നെ പറയുന്നത്, അദ്ദേഹം ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് രാജാവ് ആളുകളോട് പറഞ്ഞു, സദസ്സിലുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പാതിരിമാരും നേതാക്കളുമാണ് ബാക്കിയുള്ളത്, അവരൊക്കെ ഒന്നിച്ചാണ്, അബൂ സുഫിയാൻ അതിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. അവരോട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പ്രവാചകൻ, അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം വേണോ, ഈ പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ബഹളായി. എന്താണ് രാജാവ് അസംബന്ധം പറയുന്നതെന്ന് പറഞ്ഞ് കലഹം തുടങ്ങാൻ ബഹളമൊക്കെ ആയപ്പോൾ അബൂ സുഫിയാനെയും കൂട്ടനെയും പുറത്താക്കി അവർ വാതിലടച്ചു. പിന്നെ എന്താണ് നടന്നതെന്നുള്ളത് അബൂ സുഫിയാൻ അറിഞ്ഞൂടാ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹിറക്കൽ രാജാവ് ഈ കത്ത് കിട്ടിയ ഉടനെ റോമിലുണ്ടായിരുന്ന വലിയ പാതിരിക്ക് ഈ വിഷയം വെച്ച് എഴുതി, ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട്. ഹിറക്കൽ ചക്രവർത്തി ഹജ്ജിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഹംസിലേക്ക് മടങ്ങി. സിറിയയിൽ ഇപ്പോഴും നിലവിലുള്ള പ്രദേശമാണ് ഹംസ് എന്നറിയപ്പെടുന്നത്. അവിടെ എത്തിയപ്പോഴേക്ക് റോമിൽ നിന്ന് മറുപടി കത്ത് വന്നു. അത് ബൈബിളിൽ പ്രവചിക്കപ്പെട്ട യഥാർത്ഥ പ്രവാചകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ആ പാതിരിയുടെ മറുപടി കത്ത് ഉണ്ടായിരുന്നത്. ചില റിപ്പോർട്ടുകളിൽ ഹിറക്കൽ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി എഴുതിയതായും കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ കത്ത്, മിൻ മുഹമ്മദിൻ അബ്ദുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലും ദൂതനുമായ മുഹമ്മദിൽ നിന്ന് ഇലാ ഹിറക്കൽ അദീമിർ റൂം, റോമാ രാജാവ് ഹിറക്കൽ എഴുതുന്ന എഴുത്ത്, സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ, ഹിദായത്ത് തുടരുന്നവർക്കാണ് രക്ഷയുള്ളത്. അമ്മാ ബഅദ് ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അസ്ലിം തസ്ലം, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് രക്ഷപ്പെടാം. വഅസ്ലിം യുഅതിക അല്ലാഹു അജ്റക മറത്തൈൻ, നീ മുസ്ലിം ആവുക, നിനക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. കാരണം നീ ആദ്യം ഈസാ നബിയിൽ വിശ്വസിച്ചതാണ്, ഇപ്പോൾ നീ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയിലും വിശ്വസിച്ചാൽ നിനക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. ഫൈൻ തവല്ലൈത ഫൈൻ അലൈക ഇസ്മൽ അരീസിയീൻ, നീ തിരിഞ്ഞു കളയാനാണ് ഭാവിക്കുന്നതെങ്കിൽ നിന്റെയും നിന്റെ പ്രജകളുടെയും കുറ്റം നിന്റെ പെരടിയിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് എഴുതി. എന്നിട്ട് യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് എന്ന ആയത്ത് എഴുതിയിട്ടാണ് കൊടുത്തയച്ചത്. അതിന് അദ്ദേഹം എഴുതിയ മറുപടി, ഈസാ നബി അലൈഹി സ്വലാം സന്തോഷ വാർത്ത അറിയിച്ച മുഹമ്മദിലേക്ക് മിൻ കൈസർ മലിക് റൂം, റോമാ രാജാവിൻ്റെ എഴുത്ത് എന്താണ്, ഇന്നഹു ജാഅനി കിതാബുക മഅ റസൂലിക, നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ ദൂതൻ എന്നെ ഏൽപ്പിച്ചു. വഇന്നി അശ്ഹദു അന്നക റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുത്ത് അവസാനിപ്പിക്കുന്നത്. ഹിറക്കൽ ചക്രവർത്തി ഹംസിലെത്തിയ ഉടനെ എല്ലാ പാതിരിമാരെയും വിളിച്ചുകൂട്ടി.
വലിയൊരു സദസ്സാണ്, അവരുടെ അറിവുള്ള ആളുകളും പണ്ഡിതന്മാരും എല്ലാവരും ഉണ്ട്. എന്നിട്ട് വാതിലുകളൊക്കെ അടച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ വിശ്വസിച്ചവർക്കാണ് വിജയം, നമ്മൾക്കെല്ലാവർക്കും മുഹമ്മദിനെ വിശ്വസിക്കാം. ഇത് കേട്ടപ്പോൾ സഹീൽ ബുഖാരി പറയുന്നത്, കാട്ടുകഴുതയെ പോലെ അവരെല്ലാവരും അലറിയിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. ഇതിനാണോ വിളിച്ചു കൂട്ടിയത് ചോദിച്ചിട്ട് രാജാവിനോട് കോപിച്ചുകൊണ്ട്. അവിടെ എത്തിയപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ മുഹമ്മദ് വന്നതിന് ശേഷം ഒരുപക്ഷേ നമ്മളുടെ ദീനിൽ വിശ്വാസമില്ലാതെ അവൻ്റെ കൂടെ കൂടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നടത്തിയ പരീക്ഷയാണ്. 100% മാർക്ക് എല്ലാവർക്കും ഞാൻ വെറുതെ പറഞ്ഞതാണ്. രാജാവ് നേരെ കളം മാറ്റി. ജനങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നേരെ അതിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നത് ആധിപത്യം ഉറപ്പിക്കാനായിരുന്നു. അങ്ങനെ അവൻ ഹലക്ക, നശിച്ചുപോയി. റോമിലുണ്ടായിരുന്ന പാതിരി ഈ വിവരം അറിഞ്ഞ ഉടനെ അവിടെയുള്ള പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടി അവരോട് ഈ കാര്യം പറഞ്ഞു. അവരിലൊരാൾ എഴുന്നേറ്റ് അദ്ദേഹത്തിനെ തല വെട്ടി കൊന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇതായിരുന്നു അവരുടെ മതവുമായി അവർക്ക് ലഭിച്ച കത്തിനോട് അവർ സ്വീകരിച്ച പ്രതികരണം. ബുസ്രായിലെ രാജാവായിരുന്ന ശുറഹ്ബീൽ ബിൻ അംറുൽ ഖസാനി, അദ്ദേഹമാണ് അറബിനോടുമായി ഏറ്റവും അടുത്തുള്ളത്. ഫലസ്തീനിലേറെ അടുത്ത പ്രദേശം അതാണ്. അദ്ദേഹത്തിന് കത്തുമായി പോയത് ഹാരിസ് ബിൻ ഉമൈർ അൽ അസ്ദി എന്ന സഹാബിയാണ്. കത്തുമായി ചെന്ന ആ സഹാബി അദ്ദേഹം പിടിച്ച് ബന്ദിയാക്കി തലസ്ഥാനത്ത് കൊണ്ടുപോയി വെട്ടിക്കൊന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. ദൂതന്മാരെ കൊല്ലുക, നയതന്ത്ര പ്രതിനിധികളെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുറ്റമായിട്ടാണ് ലോകം മുഴുവൻ എണ്ണാറുള്ളത്. അങ്ങനെയുള്ള ഒരു കടുങ്കൈയാണ് ഈ രാജാവ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മുഅത്ത യുദ്ധത്തിലേക്ക് 3000-ഓളം സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിയോഗിക്കുന്നത്. അവരവിടെ ചെന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം സൈന്യം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അപമാനിതരാവാതെ അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു പതാക ഏറ്റെടുക്കുകയും തന്ത്രപൂർവ്വം അദ്ദേഹം പിൻവാങ്ങി മദീനയിലേക്ക് മടങ്ങിപ്പോരുകയാണ് ചെയ്തത്, കൂടുതൽ നഷ്ടം വരാതെ. പക്ഷേ റോമാക്കാർക്ക് പിന്നീട് അവരിങ്ങോട്ട് ആക്രമിച്ച് കടന്നില്ല എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ വിജയം എന്ന് വിലയിരുത്താവുന്നതുമാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അത് വല്ലാത്ത വേദനയായി അവശേഷിച്ചു. പ്രതികാരത്തിന് വേണ്ടി പറഞ്ഞയച്ച സൈന്യത്തിലും പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയ അനുയായിയായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതേപോലെ ജാഫർ ബിൻ അബി താലിബ്, അബ്ദുല്ലാഹി ബിൻ റവാഹ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിൻ്റെ കമാൻഡറാക്കുകയും നിന്റെ ഉപ്പാന്റെ ഘാതകരെ പോയി നീ വധിക്കുക എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയെ നിയോഗിച്ചിരുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹു സൈന്യത്തെയുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അങ്ങോട്ട് പടനീക്കം നടത്തുകയും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അതേ പട്ടാളക്കാരെ തന്നെ അവിടെ പോയി മിന്നലാക്രമണത്തിലൂടെ വധിക്കുകയും പെട്ടെന്ന് തിരിച്ചു പോരുകയും ചെയ്തു എന്ന ചരിത്രമൊക്കെ നമ്മൾ ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ദർസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഹിജറയുടെ 5-ാം വർഷം റോമൻ സാമ്രാജ്യം അവരുമായി ചേർന്നുകൊണ്ട് ദൗമത്തുൽ ജന്തലിലെ രാജാവ് അഖീദർ എന്നാണ് അവൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ഇങ്ങനെ ശക്തിയായി വരുന്നത് കണ്ടപ്പോൾ, അയാൾ അറബിയാണ്, അറബി ഗോത്രക്കാരാണ് അവിടെ ഉള്ളത്. ദൗമത്തുൽ ജന്തൽ ശരിക്കും മക്കയും മദീനയുമായി വളരെ അടുത്ത പ്രദേശമാണ് താരതമ്യേന നോക്കുകയാണെങ്കിൽ. അദ്ദേഹത്തിന് ഭയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം കണ്ടപ്പോൾ അയാൾ നേരെ റോമക്കാരുമായി ബന്ധപ്പെട്ടു. എങ്ങനെയും മുഹമ്മദിനെ ഇപ്പോൾ തന്നെ കഥ കഴിക്കണം എന്ന് തീരുമാനിക്കുകയും റോമൻ രാജാവിനോട് ബന്ധപ്പെടുകയും ചെയ്തു. ഈ നീക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ദൗമത്തുൽ ജന്തലിലേക്ക് രാജാവിനുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തന്നെ ഒരു സൈനിക നീക്കം നടത്തുകയുണ്ടായി. അങ്ങനെ അതിൽ വേണ്ട രൂപത്തിൽ വിജയം വരിച്ചില്ല. എന്നാൽ അവൻ്റെ ശല്യം താൽക്കാലികമായി ഒരു സന്ധിയിലേർപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച് സൈന്യം മടങ്ങുകയും ചെയ്തു. പിന്നീട് 1-2 തവണ കൂടി അങ്ങനെയുള്ള ചെറിയൊരു ശ്രമം ഉണ്ടായിരുന്നു. എങ്കിലും അവനോട് ബാക്കിയായിരുന്നു രാജാവ്. അവൻ്റെ കോട്ടയും ആ രാജാവിനെയൊക്കെ പിന്നീട് കീഴ്പ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്. ഇതാണ് റോമുമായുള്ള മുസ്ലിങ്ങളുമായുള്ള അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു രൂപത്തിൽ തന്നെയാണ് തുടക്കം മുതൽ തന്നെ റോമക്കാരുമായി ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്ന് മക്കയിൽ എത്തിയത് മുതൽ ഒരു യുദ്ധം ഏത് സമയവും റോമാക്കാരുമായി ഉണ്ടാവാം എന്ന ഒരു രൂപത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങളും തന്നെ റോമാക്കാരി ആയിരിക്കണം ആദ്യം യുദ്ധം ചെയ്യേണ്ടത്, അവരോടാണ് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ ഭാഗത്തു നിന്ന് ഏത് സമയവും ഒരു സൈനിക നീക്കം മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാവാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന നിഗമനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ സഈദ് അൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൈമ എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ആ പ്രദേശത്തേക്ക് നിയോഗിച്ചു. അവിടെ
റിബാത്ത് നടത്താൻ വേണ്ടി, അതായത് ആ പ്രദേശത്തുകൂടി ആക്രമണം വരാതിരിക്കാൻ വേണ്ടി, തടയാൻ വേണ്ടി, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി കാവൽ സൈന്യമായി അവിടെ നിയോഗിച്ചു. അവരവിടെ നിലനിർപ്പിക്കുകയും ചെയ്തു. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയ വിവരമറിഞ്ഞ റോമാ രാജാവ് വലിയൊരു സൈന്യവുമായി പുറപ്പെട്ടു. ഖാലിദിനെ തൈമയിൽ വന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ. ഈ വിവരം ലഭിച്ച ഉടനെ ഖാലിദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വിവരം അറിയിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. റോമാ രാജാവ് നമ്മളുടെ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി വലിയ 1.5 ലക്ഷം വരുന്ന ഒരു സൈന്യവുമായി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മദീനയിലേക്ക് അറിയിച്ചത് ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇക്രിമ ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ വലീദ് ബിൻ ഉഖബ, അദ്ദേഹമൊക്കെ മക്ക ഫതഹിൽ മുസ്ലിമായ സഹായിമാരിൽപ്പെട്ട ആളുകളാണ്. അവരുടെ രണ്ടാളുടെയും നേതൃത്വത്തിൽ നല്ലൊരു സൈന്യത്തെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് സഹായകരമായി അങ്ങോട്ട് നിയോഗിച്ചു. അവർ റോമാ സൈന്യവുമായി ഏറ്റുമുട്ടുകയും അവരെ മുർജു സുഫർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തുരത്തുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കുന്നതായി അവർക്ക് തോന്നുകയും അവർ റോമാ സൈന്യത്തെ പുറകെ ചെന്ന് ആക്രമിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ റോമാ രാജാവ് അവരുടെ സൈന്യം ചെയ്ത വലിയൊരു സൂത്രമായിരുന്നു അത്. മുസ്ലിങ്ങളെ അവരുടെ പ്രദേശത്തു നിന്ന് ഏറെ പുറകോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു നീക്കം അദ്ദേഹം തന്ത്രപരമായി നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളേറെ ദൂരമെത്തിയ സമയത്ത് അവർ തിരിച്ചടിക്കുകയും വലിയ ആൾനാശം മുസ്ലിങ്ങളുടെ ഭാഗത്ത് സംഭവിക്കുകയും ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സഈദ് വരെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ട്രാപ്പ് മനസ്സിലാക്കിയ മുസ്ലിം സൈന്യം അവിടെ നിന്ന് തന്ത്രപരമായി പിൻവലിഞ്ഞ് അവരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർത്തിയ ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്നു. മദീനയിലേക്ക് വലിയ അപകടം അവർക്ക് പിഴഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 കമാൻഡർമാരുടെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യത്തെ തന്നെ 4 സേനാ നായകന്മാർക്ക് കീഴിൽ 4000 വീതം, 16,000 പടയാളികളെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് സഹായകരമായി അങ്ങോട്ട് നിയോഗിച്ചു. യസീദ് ബിൻ അബി സുഫിയാൻ, അബൂ സുഫിയാൻ്റെ മകൻ യസീദാണ് ഒരു സൈനിക നേതാവ്. മറ്റൊന്ന് ഷറഹ്ബീൽ ബിൻ ഹസന, മൂന്നാമത്തേത് അംർ ബിൻ ആസ്, 4-മത്തേത് അബൂ ഉബൈദ് അൽ ജറാഹ് അമീനു ഹാദിൽ ഉമ്മ എന്ന് പറയുന്ന 4 പ്രമുഖന്മാരായ അദ്ദേഹത്തിനെയും 4 പ്രമുഖന്മാരായ സഹാബിമാരുടെയും നേതൃത്വത്തിലാണ് ആ സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചത്. അവർ ഓരോരുത്തർക്കും ഓരോ പ്രദേശങ്ങൾ നിശ്ചയിച്ച് നൽകിയിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു സഹായം നൽകുക, അതിനുശേഷം അബൂ ഉബൈദയോട് പറഞ്ഞത് ഹിംസിലേക്ക് പോകാനാണ്. അതേപോലെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഫലസ്തീനിലേക്ക് പോകാനാണ്. ശുറഹ്ബീൽ ബിൻ ഹസനെ നിയോഗിച്ചിരുന്നത് ജോർദാനിലേക്കാണ്. ഇങ്ങനെ 4 പേർക്കും 4 ഭാഗങ്ങൾ വീതിച്ച് നൽകി അങ്ങോട്ടാണ് പടനീക്കം നടത്താൻ കൽപ്പിച്ചിരുന്നത്. അവരെ അവിടെ എത്തിയ വിവരം അറിഞ്ഞതോടുകൂടി റോമാ രാജാവ് ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയും 1.5 ലക്ഷത്തിന് പുറമെ 1 ലക്ഷത്തെ കൂടി സൈന്യത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി. പ്രത്യേകിച്ച് അർമേനിയ രാജാവ്, അതേപോലെ അവരിൽ നിന്നുള്ള യൂറോപ്യൻസും വിവിധ കമ്മ്യൂണിറ്റികളിലുള്ള ആളുകളെയും അവരുടെ കമാൻഡർമാരെയും, അതേപോലെ അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ലഭിക്കാവുന്ന നേരത്തെ പറഞ്ഞ ഖുദായ ഗോത്രക്കാർ, അതേപോലെ ക്രൈസ്തവരായി പരിവർത്തിപ്പിക്കപ്പെട്ട ഗോത്രക്കാരെല്ലാം അണിനിരന്നുകൊണ്ട് വലിയ ഒരു യുദ്ധത്തിന് തന്നെ റോമാ രാജാവ് തയ്യാറെടുക്കുകയും സൈന്യവുമായി പുറപ്പെടുകയും ചെയ്ത വിവരമാണ് സഹാബിമാർക്ക് ലഭിക്കുന്നത്. അവരാ കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ അവരുടെ വസ്വാസ് തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹം അപ്പോൾ ഉള്ളത് ഹീറ കീഴ്പ്പെടുത്തി അവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഇടതുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 18,000 സൈന്യത്തിൻ്റെ പകുതിയുമായി എത്രയും പെട്ടെന്ന് സിറിയയിലേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു കത്ത് ലഭിച്ച ഉടനെ കമാൻഡർമാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി സൈന്യത്തിനോട് കൂടിയാലോചിച്ചുകൊണ്ട് ഏറ്റവും നല്ല വഴിയിലൂടെ അങ്ങോട്ടെത്താനുള്ള മാർഗം അന്വേഷിച്ചു. കഅബ് ബിൻ അംർ തമീമി എന്ന് പറയുന്ന കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ പ്രമുഖനായ സഹാബിയും ഖാലിദ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നു. അവരന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് സാധാരണയായി ആളുകൾ പോകാറുള്ള വഴിയിലൂടെ പോയാൽ ഹീറയിൽ നിന്ന് യർമൂക്കിലേക്കുള്ള ദൂരം ഏകദേശം 20-ലേറെ ദിവസങ്ങളാണ്. 1 മാസത്തോളം യാത്ര ഉണ്ട്. അവരാണെങ്കിൽ അവിടെ
സൈന്യവുമായി മുഖാമുഖം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത്ര ദിവസമാകുമ്പോഴേക്ക് യുദ്ധം കഴിഞ്ഞവരൊക്കെ ജയപരാജയങ്ങൾ തീരുമാനിച്ച് പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ ദുരന്തം നേരിട്ടേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പരിചയസമ്പന്നരായ ആളുകളോട് കൂടിയാലോചിച്ചു, അതിൽ ചെറിയ വല്ല മാർഗവുമുണ്ടോ. അപ്പോൾ ചില സഹായിമാർ പറഞ്ഞു, 6 ദിവസം കൊണ്ട് യർമൂക്കിലെത്താൻ പറ്റിയ വഴിയുണ്ട്, പക്ഷേ മരുഭൂമിയാണ്, വിജനമാണ് പ്രദേശം, വെള്ളമില്ല, ഭക്ഷണമില്ല, പുൽമേടുകളില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു അതിൻ്റെ വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ലോക ചരിത്രത്തിൽ തന്നെ സൈനിക വിഭാഗങ്ങൾ നടത്തിയ സൈനിക നീക്കങ്ങളിൽ അത്ഭുതകരമായ ഒരു നീക്കമാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയത്. അദ്ദേഹം 100 കണക്കിന് ഒട്ടകങ്ങളെ, അറക്കാനുള്ള ഒട്ടകങ്ങളെ, സൈന്യത്തിൻ്റെ കൂടിയാകുമ്പോൾ 10,000-10,000 ആളുകൾക്ക് ഭക്ഷിക്കാൻ ദിനേന എന്ന് പറയും പോലെ നിരവധി ഒട്ടകങ്ങൾ അറക്കാൻ വേണ്ടി വരും. അവരുടെ കൂട്ടത്തിൽ കുതിരകളുണ്ടാകും, അതേപോലെ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഒട്ടകങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് 1-2 ദിവസം അതിനെ പട്ടിണി കിട്ടും. അതിനുശേഷം തിന്നാൻ കൊടുത്തത് മരുഭൂമിയിലെ പ്രത്യേകതരം പുല്ലാണ്. അത് ഭക്ഷിച്ചാൽ ഭയങ്കര ദാഹം ഉണ്ടാവും ജീവികൾക്ക്. അത് ഭക്ഷിക്കാൻ കൊടുത്തു. അതിനുശേഷം ഈ ഒട്ടകങ്ങളെ മുഴുവൻ നന്നായി വെള്ളം കുടിപ്പിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം അത് പുറത്തേക്ക് തുപ്പാതിരിക്കാൻ വേണ്ടി, അതേപോലെ ബാഷ്പീകരണത്തിലൂടെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒട്ടകങ്ങളെ പരിചരിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, അത് ബന്ധിച്ചു, കെട്ടി. ഇപ്പോൾ മുഴുവൻ വാട്ടർ ടാങ്കായിട്ടാണ് ഒട്ടകങ്ങൾ മാറിയിട്ടുള്ളത്. അതുമായാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ മരുപ്പാതയിലൂടെ, അപകടം പിടിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. 5 ദിവസം കൊണ്ടാണ് അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. വിശ്രമിക്കാതെ അങ്ങോട്ട് പോകുന്നത് എന്തിനാണ്? നേരെ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. ആ മിന്നൽ വേഗതയിൽ അവരവിടെ എത്തിച്ചേർന്നു. വഴിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒട്ടകങ്ങളെ അറക്കും. ഒട്ടകങ്ങളെ അറുത്തിട്ട് അതിൻ്റെ വയറിലുള്ള വെള്ളം ഈ കുതിരകൾക്ക് കുടിക്കാൻ, മാംസം പട്ടാളക്കാർക്ക്, മുസ്ലിം സൈന്യത്തിനുള്ള ഭക്ഷണവുമായി ഉപയോഗിച്ചു. അതാണ് അത്ഭുതകരമായ പടനീക്കം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു എത്തിയതോടുകൂടി ഈ വിവരം പേർഷ്യക്കാർക്ക് സന്തോഷമായി. അവരടുത്ത പണി ആരംഭിച്ചു. അതോടൊപ്പം റോമാക്കാർ ഭയവിഹ്വലരായി. ഖാലിദുമായി ഒരു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം തയ്യാറായി. ഹിറക്കൽ ആദ്യം ഉപദേശിച്ചു നോക്കി സൈന്യത്തിനെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സിറിയ, ഷാം, സിറിയ എന്ന് നമ്മളിപ്പോൾ പറയുന്നതാണ്. ഷാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജോർദാൻ, ഫലസ്തീൻ, ലൊബനാൻ തുടങ്ങിയ വിശാലമായ ആ പ്രദേശങ്ങളാണ്. അത് അറബികൾക്ക് വിട്ടുകൊടുക്കുക, അതായത് മുസ്ലിം സൈന്യത്തിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് അവരുമായി സുൽഹിലെത്തുന്നതാണ്, സന്ധിയിലെത്തുന്നതാണ്. നിങ്ങൾക്ക് ഷാമ് നഷ്ടപ്പെടും, യൂറോപ്പിൻ്റെ ഭാഗവും നഷ്ടപ്പെടും, അതിലേറെ നല്ലത് എന്ന് ഹിർക്കൽ അവരോട് ഉപദേശിച്ചു നോക്കി. പക്ഷേ അവർ പണ്ട് കത്ത് വായിച്ച അതേ സമീപനം തന്നെയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. 2.5 ലക്ഷം വരുന്ന വ്യവസ്ഥാപിതമായ ഒരു സൈന്യത്തിനോട് അറേബ്യയിലെ 18,000 ബതുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന സൈനിക കമാൻഡർമാർ അതിനോട് പ്രതികരിച്ചത്. അദ്ദേഹം വളരെ നിരാശനായി അവരുടെ പ്രതികരണത്തോടുകൂടി. യുദ്ധം ആരംഭിക്കാനുള്ള കാര്യങ്ങൾ അവർ 2 വിഭാഗവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില റിപ്പോർട്ടിലുള്ളത് ഖാലിദ് റളിയല്ലാഹു അൻഹു എത്തിയത് 3 മാസത്തോളം 2 വിഭാഗവും മുഖാമുഖം നിന്നതിന് ശേഷമാണ് എന്നാണ്. അങ്ങനെ മുസ്ലിം സൈന്യം ഉപരോധത്തിൽ തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുന്നത്. യുദ്ധത്തിലുള്ള കോപ്പുകൂട്ടലിൻ്റെ സമയത്ത് തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. ഏതായിരുന്നാലും ഹിറക്കലാണ് യർമൂക്ക് എന്ന് പറയുന്ന വിശാലമായ, അവരുടെ 2.5 ലക്ഷം സൈന്യത്തിന് തമ്പടിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വിശാലമായ ഭൂമിക തിരഞ്ഞെടുത്തത്. അവരുടെ അടുത്ത് തന്നെയായിരുന്നു പന്തുണ്ടായിരുന്നത്. അവർ ചെയ്ത നീക്കമനുസരിച്ചാണ് യുദ്ധം ഉണ്ടായതും. അവർ ചെയ്തത് 4 സഹായിമാർക്ക് കീഴിൽ 4 സൈന്യമായിട്ടാണ് മുസ്ലിങ്ങൾ നിലനിൽക്കുന്നത്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ടുള്ളത് 4 സൈന്യത്തെയും 4 രൂപത്തിൽ നിയോഗിച്ചതാണ്. അപ്പോൾ അവരെല്ലാവരും, പിന്നെ ഭൗതികമായ ചില താല്പര്യങ്ങൾ കൂടി അതിലുണ്ടാകും. അതായത് ആരാണ് കൂടുതൽ യുദ്ധം ചെയ്യുന്നത്, ആർക്കാണ് കൂടുതൽ വിജയം ലഭിക്കുന്നത്, ആരാണ് കൂടുതൽ ശക്തവാന്മാരെന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? 4 ആളും 4 വിഭാഗമായി പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെയുള്ള ഭൗതികമായ താല്പര്യവും അനുവദനീയമായതാണെങ്കിൽ കൂടി അതായിരിക്കാം അവരെ ഒന്നിക്കുന്നതിന് തടസ്സമായി നിന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ കാണുന്നത് ഈ വിശാലമായ 2.5 ലക്ഷം വരുന്ന വമ്പൻ സൈന്യത്തിനോട് നേരിടാൻ വേണ്ടി 4 ഗ്രൂപ്പുകളായി ഇങ്ങനെ നിൽക്കുന്ന, അടുത്താണെങ്കിലും 4 ഗ്രൂപ്പുകളായി നിൽക്കുന്ന മുസ്ലിം സൈന്യത്തെയാണ്. അവരുടെ പ്ലാന് ഓരോരുത്തരെയും 60,000 അല്ലെങ്കിൽ 1 ലക്ഷം വരുന്ന സൈന്യവുമായി നേരിട്ട് ഓരോരുത്തരെയും പ്രത്യേകം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഹിറക്കൽ ചക്രവർത്തിയും അയാളുടെ സൈന്യവും എന്ന് മനസ്സിലാക്കിയ ഖാലിദ് റളിയല്ലാഹു അൻഹു സഹാബികളോട്, സൈന്യത്തിനോട് നടത്തിയ പ്രഭാഷണം നമ്മൾക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു,
ഇന്ന ഹാദാ യൗമുൻ മിൻ അയ്യാമില്ലാ, ഇത് അള്ളാഹുവിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ പരസ്പരമുള്ള കക്ഷിമാത്സര്യമോ ഭൗതികമായ താല്പര്യങ്ങളോ അനുവദനീയമല്ല. അതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശം പറയാനുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു കമാൻഡറുടെ കീഴിലായിരിക്കണം യുദ്ധം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 4 പേരെയും അല്ലെങ്കിൽ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കമാൻഡർമാരായി നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ഓരോരുത്തരും മാറി മാറി കമാൻഡർമാരായി ഓരോ ദിവസവും യുദ്ധം ചെയ്യാം. അതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ തന്നെ ഇതിന് നേതൃത്വം നൽകാം എന്ന് പറയുകയും അബൂ ഉബൈദ അൽ ജറാഹും അതേപോലെ ബാക്കിയുള്ള സഹായിമാരും അംഗീകരിക്കുകയും ഖാലിദ് റളിയല്ലാഹു അൻഹു അതിൻ്റെ പരമോന്നത സൈനിക സ്ഥാനം ഏറ്റെടുക്കുകയും കാര്യങ്ങൾ അദ്ദേഹം നിയന്ത്രിക്കുകയും ചെയ്തു. അദ്ദേഹം ചെയ്തത് സഹാബിമാരെ എല്ലാവരെയും 1000 വീതം അംഗങ്ങളുള്ള സൈനിക ഗ്രൂപ്പുകളായി തിരിക്കുകയാണ്. വിശാലമായി ഈ യർമൂക്ക് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. യൂറോപ്പിലേക്കുള്ള ഇസ്ലാമിക വ്യാപനത്തിൻ്റെ അടിത്തറ പാകിയത് യർമൂക്ക് യുദ്ധമാണ്. ഒരുപക്ഷെ ബദർ യുദ്ധം കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ഇതേപോലെ ഒരു വലിയ സഹായിമാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു ആവേശം നൽകിയ യുദ്ധം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ആ രൂപത്തിലായിരുന്നു അവരുടെയൊക്കെ പങ്കാളിത്തം. അതിൽ ഖാലിദ് റളിയല്ലാഹുവിന്റെ പ്രഭാഷണത്തോടു കൂടി അവരൊന്നിക്കുകയും 1000 വരുന്ന ഗ്രൂപ്പുകളായി അവരെ തിരിക്കുകയും അതിന് ഓരോ ലീഡർമാരെ നിശ്ചയിക്കുകയും അങ്ങനെയാണ് യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെട്ടത്. അതൊക്കെ വിശാലമായി തന്നെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. സഹാബിമാരിൽപ്പെട്ട പ്രമുഖരായ ആളുകളൊക്കെ യുദ്ധത്തിനെത്തിയിരുന്നു. ബദരീങ്ങളിൽപ്പെട്ട 100 സഹാബിമാർ ആ യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരിൽ മിക്ക ആളുകളും യുദ്ധത്തിനെത്തി എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ സഹാബി പ്രമുഖന്മാരിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭ്യർത്ഥന പ്രകാരം ഇസ്ലാമിക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടമായി സഹാബിമാരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും മദീനയിലേക്ക് വന്നു. അവിടെ നിന്ന് സിറിയയിലേക്ക് അല്ലെങ്കിൽ ഷാമിലേക്ക് യുദ്ധത്തിന് വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പോയത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം അവിടെ ചെന്നിട്ട് പ്രസംഗിക്കുകയുണ്ടായി. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ശാരീരികമായി കഴിവില്ലാത്ത സഹാബിയാണ്. പക്ഷേ ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലെ സൈന്യത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, യാ മാശറൽ മുസ്ലിമീൻ അൻതുമുൽ അറബ് വഖദ് അസ്ബഹത്തും ഫി ദാരിൽ അജം മുൻഖതീന അനിൽ അഹൽ. അല്ലയോ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ വിദേശ രാജ്യത്ത് നിങ്ങളുടെ കുടുംബമോ നിങ്ങളെ സഹായിക്കാനുള്ള നേതൃത്വമോ ഇല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. നിങ്ങളെല്ലാം മറന്നുകൊണ്ട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ മുമ്പിലുള്ളത് സ്വർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളെ കാത്തിരിക്കാൻ വേണ്ടി, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ നിങ്ങളുടെ സ്ത്രീകൾ അടിമകളായി പിടിക്കപ്പെടും, നിങ്ങൾ വധിക്കപ്പെടും, ബന്ദികളാക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തിയതായി കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രമുഖരായ സഹാബിമാരൊക്കെ ഈ രൂപത്തിൽ പ്രഭാഷണം നടത്തുകയും സൈന്യത്തിന് പ്രോത്സാഹനം നൽകുകയും അവരെല്ലാം ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയും ചെയ്തതാണ്. അവരുടെ എണ്ണം നമ്മൾ പറയുകയുണ്ടായി. 16,000 അവിടെ ആദ്യമുള്ളത്, അതിനു മുമ്പ് തന്നെ അയച്ച 4,000, പിന്നീട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന 9,000. ചില ചരിത്രകാരന്മാർ പറയുന്നത് 34,000 ആയിരുന്നു. ചില റിപ്പോർട്ടിലുള്ളത് 40,000-ഓളം സൈന്യമാണ് ഈ 2.5 ലക്ഷം വരുന്ന സർവ്വ ആയുധ പ്രാണികളായ സൈന്യത്തെ നേരിട്ടത് എന്നതാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം. അതിനുള്ള ധൈര്യവും ആവേശവും അവർക്ക് എവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് ആലോചിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഈമാനിൽ നിന്നുമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ പോയ താലൂത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് സൂറത്ത് അൽ ബഖറയിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞു, നമ്മൾക്ക് ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ അവർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. വിശ്വാസികളായ ആളുകൾ അവരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സൂറത്ത് അൽ ബഖറയിൽ വായിക്കാൻ പറ്റും. അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് മഹാസൈന്യങ്ങളെ തോൽപ്പിച്ചത് ബദറിൽ നടന്നതുപോലെ. അങ്ങനെ ഫഹസമുഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദ് ജാലൂത്തിനെ ദാവൂദ് വധിക്കുകയും വിശ്വാസികൾക്ക് വിജയം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശ്വാസികളുടെ ഒരു പ്രാർത്ഥന കൂടി പറയുന്നുണ്ട്. അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന, വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. യുദ്ധത്തിന്റെ സമയത്ത് ഞങ്ങളുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകുകയും അക്രമികളായ ആളുകൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ സഹായം നൽകുകയും ചെയ്യണേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് സഹാബിമാർ ഈ യുദ്ധത്തിന് ഈ രൂപത്തിൽ ആവേശഭരിതരായി മാറിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും.
അബൂബക്കർ റളിയല്ലാഹു അൻഹു യസീദ് ഇബ്നു സുഫിയാനെയും അതേപോലെയുള്ള കമാൻഡർമാരെയും ഉപദേശിച്ചുകൊണ്ട് ഒരു ഉപദേശം നടത്തിയത് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. യസീദ് ബിൻ അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ മകനാണ്. അബൂ സുഫിയാൻ അറബികളുടെ രാജാവ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ നിരവധി യുദ്ധങ്ങളുടെ നേതാവാരായിരുന്നു. ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് മുശ്രിക്കുകളുടെ സൈന്യത്തെ നയിച്ചു വന്നത് അബൂ സുഫിയാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് അറബികളിലെ ഏറ്റവും ശ്രേഷ്ഠനായതുകൊണ്ട് തറവാടുപരമായി നോക്കിയാൽ അങ്ങനെയുള്ള കേമത്തിലൊക്കെ ഒരുപക്ഷെ പ്രകടിപ്പിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യസീദ് ബിൻ അബൂ സുഫിയാനെ നിർത്തിക്കൊണ്ട് നടത്തിയ ഉപദേശം നമ്മൾക്ക് ചരിത്രഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. അദ്ദേഹം നടത്തിയ ആ ഉപദേശം ഏത് കാലഘട്ടത്തിലും സൈന്യത്തിന് അവരുടെ ഉന്നത നേതൃത്വത്തിന് നൽകാൻ പറ്റിയ ഉപദേശമാണ്. അദ്ദേഹം പട്ടാളക്കാരുമായി എങ്ങനെ പെരുമാറണം, അവരുടെ നീക്കങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, അവരെങ്ങനെയാണ് സംതൃപ്തരാക്കി നയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതായി നമുക്കതിൽ കാണാൻ പറ്റും. ഇതൊക്കെ സാധാരണക്കാരായ അറബിയിലെ മരുഭൂമിയിൽ ജീവിച്ച സഹാബിമാരാണ് ഇന്നും സൈനിക കമാൻഡർമാർക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിൽ ഉപദേശിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് നമ്മൾക്കതിലൊക്കെ അത്ഭുതം തോന്നുന്നത്. ഈ ഇസ്ലാം മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തുന്നതോടുകൂടി മനുഷ്യന്മാരിലുള്ള ഊർജം അത് ശരിക്ക് പൊട്ടി ഒഴുകുകയാണ് ശരിയായ മാർഗത്തിലൂടെ. അതാണ് നമ്മൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വാചകങ്ങളിലൂടെയൊക്കെ കാണാൻ പറ്റുന്നത്. ഏതായിരുന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഉപദേശ വാചകങ്ങളിൽ ചിലത് നമുക്ക് വായിക്കാം. ഇന്നി വല്ലൈതുക ലി അബ്ലുവക വ ഉജർരിബക വ ഉഖർരിജുക ഫൈൻ അഹ്സൻത റദത്തുക ഇല അമലിക. ഞാൻ നിന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കമാൻഡറാക്കിയിട്ടുള്ളത്. കാരണം നിങ്ങളൊക്കെ മുസ്ലിമായിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രം. നീ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചാൽ നിനക്ക് ഞാൻ വീണ്ടും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകാം. നീ ജാഹിലിയ കാലത്തെ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചാൽ നിന്നെ ഞാൻ അപ്പോൾ തന്നെ പിരിച്ചുവിടും എന്നാണ് തുടക്കത്തിൽ തന്നെയുള്ള വരികൾ. പിന്നീടാണ് പട്ടാളക്കാരുമായി ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത് എന്ന് പറയുന്നത്. ശത്രു സൈന്യം സന്ധിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ നീ അത് സ്വീകരിക്കണം. അവരെ സ്വീകരിച്ച് നിങ്ങളുടെ ഹൈമയിലേക്ക് ആവരുത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, മറിച്ച് പുറത്തിരുത്തിയായിരിക്കണം അവരുമായി സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ഇടയിലേക്ക് സന്ധി സംഭാഷണത്തിൽ വരുന്ന ആളുകൾ നിങ്ങളുടെ ന്യൂനതകൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിങ്ങളിരിക്കുന്ന പ്രത്യേക റൂമുകളിലേക്ക് അവരെ പ്രവേശിപ്പിച്ചാൽ, അതേപോലെ നിങ്ങൾ നിർണയിച്ച ആളുകളല്ലാതെ ഒരാളും ആ സന്ധി സംഭാഷണത്തിന് വേണ്ടി വരുന്ന ദൂതന്മാരുമായി സംസാരിക്കാൻ പാടില്ല. സാധാരണ പട്ടാളക്കാരോ സാധാരണ വിശ്വാസികളോ അവരുമായി ഇടപഴകാൻ പാടില്ല. നിങ്ങളുടെ ആവൃത്തുകൾ, നിങ്ങളുടെ ന്യൂനതകൾ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തും. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെ ചാരപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ, നിങ്ങൾ നിസ്കാരത്തിൽ സുജൂദും റുക്കൂഉം നന്നായി നിർവഹിക്കുക. കമാൻഡർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്, പള്ളിയിൽ എത്തിക്കാതിരിക്കുന്ന ആൾക്കല്ല. കാരണം വിജയത്തിൻ്റെ അടിത്തറ എന്താണ്? അള്ളാഹുവിനോടുള്ള സ്മരണയിലും അള്ളാഹുവാണ് വിജയം നൽകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉപദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതി കമാൻഡർമാർക്ക് നൽകിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രണ്ട് സൈന്യവും മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ് കമാൻഡർ. അദ്ദേഹത്തിന് ഇടിത്തീ പോലെ മദീനയിൽ നിന്നൊരു കത്ത്. യുദ്ധം, രണ്ട് സൈന്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ചില റിപ്പോർട്ടിലുള്ളത് യുദ്ധം വിജയത്തിൻ്റെ ആ നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കത്ത് വന്നത്. ഖാലിദ് റളിയല്ലാഹു തുറന്നു നോക്കി വായിച്ചിട്ട് പറഞ്ഞു, ഖൈർ, നല്ലത്. കത്തിലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. സൈന്യത്തെ അദ്ദേഹം അത് അറിയിച്ചില്ല. കാരണം ഈ സമയത്ത് സൈന്യം അത് അറിഞ്ഞാൽ, പട്ടാളക്കാരതറിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം തകരും, പരാജയത്തിലേക്ക് നയിച്ചേക്കാം. രണ്ടാമത്തെ കത്തിലുള്ളത്, നിങ്ങളെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പകരം അബൂ ഉബൈദ അൽ ജറാഹിനെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കത്ത് ആദ്യം ലഭിക്കുന്നത് അബൂ ഉബൈദക്കാണ് റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം ഇത് എങ്ങനെയാണ് ഈ രൂപത്തിൽ ഇസ്ലാമിക സൈന്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചീഫ് കമാൻഡറിന് ഇങ്ങനെയുള്ള ഒരു കത്ത് കൈമാറുക എന്ന് വിഷമിച്ചുകൊണ്ട് കുറേ സമയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അത് സൂക്ഷിച്ചതിന് ശേഷം അവസാനമാണ് ഖലീഫയെ അനുസരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു കൈമാറുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വൈകിപ്പിച്ചത്? ആ നിമിഷം തന്നെ എന്നെ ഏൽപ്പിച്ചുകൂടായിരുന്നോ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ ഇസ്ലാമിക ലോകത്ത് മാത്രമാണ്, സഹാബിമാർക്കിടയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ നമ്മൾ കാണാൻ പറ്റുക. അനുഭവം എന്ന് പറയുന്നത് ഖാലിദ് റളിയല്ലാഹു അൻഹു അതിനുശേഷം ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം അത് സർവാത്മനാ സ്വീകരിച്ചു. അബൂ ഉബൈദ അൽ ജറാഹിന് കീഴിൽ ഒരു സാധാരണ പടയാളിയായി, സാധാരണ പടയാളിയല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും ഉപയോഗപ്പെടുത്താൻ പറ്റിയ രൂപത്തിൽ
അബൂബൈദയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് പിന്നീട് പോരാട്ടം നടത്തുകയും വിജയിക്കുകയും ചെയ്യുന്നത്. ചരിത്രകാരന്മാർ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഖാലിദിനെ മാറ്റിയത്. ഗീബത്ത് പറയാൻ കിട്ടുന്ന അവസരമായതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളും അതേപോലെ തന്നെ ഈ ഫുദൂലിൻ്റെ ആൾക്കാരും വെറുതെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് വഷളാക്കിയ ഒരു വിഷയമാണത്. എന്താണ് അതിന് കാരണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിശ്വാസികൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എഴുതി അറിയിക്കുകയുണ്ടായി, ഞാൻ ഖാലിദിനെ സ്ഥാനത്ത് നീക്കാനുണ്ടായ കാരണം ഖാലിദിൻ്റെ എന്തെങ്കിലും മോശമായ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് ഖാലിദാണ് വിജയശില്പി എന്നൊരു മിഥ്യാധാരണ ആളുകൾക്കിടയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി അത് ഒരുപാട് അനർത്ഥങ്ങളിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ നയിച്ചേക്കാം, അതുകൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തിയത് എന്നാണ്. കാരണം ആളുകൾക്ക് തോന്നാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ഉഹദിൽ തോൽപ്പിച്ച ആളാണല്ലോ. അപ്പോൾ വിജയിക്കുന്നത് ആരുണ്ടായതുകൊണ്ടാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ടായതുകൊണ്ടാണ്. അതല്ല, വിജയം അള്ളാഹുവിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സമ്മാനമാണ്. അത് ഖാലിദ് ഉണ്ടായാലും ഇല്ലെങ്കിലും ലഭിക്കും എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഖാലിദിനെ മാറ്റിയത് എന്ന് അർത്ഥശങ്കക്കിടവില്ലാത്ത വിധം ഉമർ റളിയല്ലാഹു അൻഹു എഴുതി അയച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രകാരന്മാർ പറഞ്ഞ ഉദാഹരണം, ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടായതുകൊണ്ട് തന്നെ അവരിൽ പല കവികളും ഖാലിദ് റളിയല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടൊക്കെ പാടിയിരുന്നു എന്നാണ്. അശ്യസ് ബിൻ ഖൈസ് ഒരു കവിത ചൊല്ലി അദ്ദേഹത്തിന് 10,000 ദിർഹം വിലയുള്ള ഒരു ഉടുപ്പ് സമ്മാനമായി ഖാലിദ് ബിൻ വലീദ് നൽകി എന്നൊക്കെ ചില കഥകളുണ്ട്. അതൊന്നും സഹിയായ ചരിത്രത്തിലുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം വന്നതോടുകൂടി അത് അവസാനിച്ചു. ഏതായിരുന്നാലും ഈ വാർത്ത അറിഞ്ഞു ഈ കഥയിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഉബൈദയോട് ആ വിഷയത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും അദ്ദേഹം അന്വേഷണം നടത്തി അപ്പോൾ കണ്ടെത്തിയത് ബൈത്തുൽ മാലിലെ മുസ്ലിങ്ങളുടെ സ്വത്തിൽ നിന്നല്ല ഖാലിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സമ്മാനം നൽകിയത്, മറിച്ച് അദ്ദേഹത്തിന് കരീമത്ത് സ്വത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വിഹിതത്തിൽ നിന്നാണ് നൽകിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം ആ ചരിത്രത്തിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് ഇസ്ലാമിക രാജ്യത്തിൻ്റെ സ്വത്തിൽ നിന്നാണ് നൽകിയതെങ്കിൽ മഹാകുറ്റവും, നിങ്ങളുടെ സ്വന്തം സ്വത്തിൽ നിന്നാണെങ്കിൽ ഇസ്രാഫ് ദുർവ്യയവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ശിക്ഷ നൽകിയത് എന്നാണ്. വേറെ ചില ചരിത്രകാരന്മാർ പറഞ്ഞത്, മുമ്പ് നമ്മൾ മുർത്തദുകളുമായുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, മാലിക് ബിൻ നുവൈറ എന്ന് പറയുന്ന വ്യക്തിയെ ഖാലിദ് റളിയല്ലാഹു അൻഹു വധിച്ചത് അയാളുടെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള മറുപടി നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം മുർത്തദാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയതായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് പല ചരിത്രങ്ങളിലും പറയുന്നത്. ഇനി അത് ആ കാരണത്താൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന ദേഷ്യമായിരുന്നു, കോപമായിരുന്നു ഇങ്ങനെയുള്ള നീക്കലിന് കാരണം. പിന്നെ അതും കടന്നിട്ട് ചില ആളുകൾ പറഞ്ഞത് ഇവരൊക്കെ ബന്ധുക്കളുടെ മക്കളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാൻ പറ്റും. അബൂജഹൽ, അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ്, ഉമർ റളിയല്ലാഹു അൻഹു അവരൊക്കെ കസിൻ മക്കളാണ്. അമ്മായിയുടെയും ഉമ്മാൻ്റെ ഒക്കെ അടുത്തടുത്ത കുടുംബങ്ങളാണ്. അവർ തമ്മിൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈഗോ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കിയത് എന്നാണ്. അതൊക്കെ വെറുതെ നമ്മളുടെ കാഴ്ചപ്പാട് നമ്മളെപ്പോലെയാണ് വേറുള്ളവരും എന്ന് നിഗമനം നടത്തിക്കൊണ്ട് നടത്തുന്ന അസംബന്ധങ്ങളാണ്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നീക്കിയത് അങ്ങനെയുള്ളൊരു കാരണമാണ്. അതിന് സൈനികമായും രാഷ്ട്രീയപരമായും ഒരു നല്ലൊരു വശം കൂടിയുണ്ട്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണാൻ പറ്റും, പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു പരിഗണിച്ചത് ഖാലിദിനെ കമാൻഡറായി നിശ്ചയിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്ന വ്യക്തിയാണ് ആര്? ഖാലിദ് റളിയല്ലാഹു അൻഹു. കാരണം അദ്ദേഹം സൗമ്യ സ്വഭാവക്കാരനാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഗർജിക്കുന്ന സിംഹത്തിനെയാണ് ഭരിക്കാൻ ആവശ്യം. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ കാര്യം അദ്ദേഹത്തിൻ്റെ അടുക്കൽ തന്നെയുണ്ട്. അപ്പോൾ രണ്ടാളും ഒരേ സ്വഭാവക്കാരാവേണ്ടതില്ല. ഒരു സൗമ്യക്കാരനായ കമാൻഡറെയാണ്, സൈനിക തലവനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് എന്നൊരു രാഷ്ട്രീയപരമായ ഒരു വിശദീകരണം പണ്ഡിതന്മാരൊക്കെ അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചായി നമ്മൾ കാണാൻ പറ്റും. ഏതായിരുന്നാലും ഇതാണ് ഈ യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ റോമാ സൈന്യവുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു വലിയ അത്ഭുതം. പിന്നീട് യുദ്ധം ആരംഭിക്കുകയാണ്. അവരുടെ കമാൻഡർ ജോർജ് ജർജ എന്നാണ് അറബി ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ജോർജായി മാറിയതായിരിക്കും. അദ്ദേഹം തന്നെ വന്നുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചത് വിശദമായി നമുക്ക് തബരിയിലും അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. അയാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ യുദ്ധത്തിൽ വിജയിക്കുന്നത്? ഇത് യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്ത് നടന്ന ചർച്ചയാണ്, കഥയുടെ അവസാനത്തിലുള്ളതാണ്. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഞങ്ങളൊക്കെ മുഹമ്മദിനെതിരായിരുന്നു തുടക്കത്തിൽ, പിന്നീടാണ് സത്യം ഞങ്ങൾക്ക് വ്യക്തമായത്, ഞങ്ങൾ വിശ്വാസികളായത്, പിന്നീട് ഞങ്ങൾക്ക് വിജയമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയാൻ. അപ്പോൾ ചോദിക്കേണ്ടായി, എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങളെ സൈഫുല്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു വാള് പിന്നെ ജിബ്രീൽ ഇറക്കി തന്നിട്ടുണ്ടോ, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ കമാൻഡർ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ സംഭവം വിശദീകരിച്ചു കൊടുത്തു. മുഅത്ത യുദ്ധം, അവരുമായി തന്നെ ഉണ്ടായ മുഅത്ത യുദ്ധത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് അൻത സൈഫുല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട വാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജിൻ്റെ അടുത്ത ചോദ്യം, ഇത് അർമേനിയൻ സൈനിക വിഭാഗത്തിൻ്റെ കമാൻഡറാണ്, അവിടെ നിന്ന് വന്ന ആളുകളുടെ. അദ്ദേഹം ചോദിച്ചത്, നിങ്ങളുടെ ദീനിലേക്ക് പ്രവേശിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റൂമിലേക്ക് വാ, ടെൻറ്റിലേക്ക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കമാൻഡർ തന്നെ മുസ്ലിമായി. അതിൻ്റെ ഒരു സൈനിക വിഭാഗത്തിൻ്റെ യുദ്ധത്തിന് വന്ന ആളുടെ അവസ്ഥയാണത്. അതവരെ റോമാ സൈന്യത്തിൻ്റെ പിന്നെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ ഒരു അടിയായിരുന്നു. അതേപോലെ ഹിറക്കൽ, അയാളെ യുദ്ധത്തിൻ്റെ പരിണിതി മനസ്സിലാക്കിയ ഉടനെ തന്നെ നേരെ അന്താക്കിയയിലേക്ക് രക്ഷപ്പെട്ടു. കമാൻഡർമാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ മതി ഇവരെ തോൽപ്പിക്കാൻ, ചെറിയ സൈന്യമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്ത്രപരമായി അങ്ങോട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ബാഹാന്റെ നേതൃത്വത്തിലാണ് യുദ്ധം അതിൻ്റെ പരമകാഷ്ഠിയിലേക്ക് എത്തിയത്. യുദ്ധം ആരംഭിച്ചതോടുകൂടി മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളവും സൗകര്യങ്ങളുള്ള പ്രദേശം അവരുടെ നിയന്ത്രണത്തിലാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2.5 ലക്ഷം സൈന്യം ഒന്ന് പൊതിഞ്ഞാൽ മതി, അതിന് മാത്രമേ ഉള്ളൂ 34,000 വരുന്ന മുസ്ലിം സൈന്യമുള്ളത്. പക്ഷേ അവരുടെ ധീരതയും അള്ളാഹുവിൻ്റെ സഹായവുമാണ് അത് അവർക്ക് വിജയം നൽകിയത് എന്നൊക്കെ കാണാൻ പറ്റും. അവരുടെ കൂട്ടത്തിൽ സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. മുസ്ലിം സൈന്യത്തിൻ്റെ ബാക്കിലായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത്. അഥവാ ആരെങ്കിലും തോറ്റോടി വന്നാൽ അവരെ പിന്നെ താമസ സ്ഥലത്തുള്ള ടെൻറ്റിൻ്റെ കാല് വരെ ഊരിയിട്ട് അടിച്ചത് സംഭവങ്ങൾ നമ്മൾക്ക് മുസ്ലിം വനിതകൾ നടത്തിയ ത്യാഗങ്ങൾ കാണാൻ പറ്റും. ഫാത്തിമ ബിൻത് യസീദ് ബിൻ സക്കൻ റളിയല്ലാഹു അൻഹ 10ഓളം റോമൻ പട്ടാളക്കാരെ വധിച്ചത്, ഒരു സഹാബി വനിത ഒറ്റയ്ക്ക് വധിച്ചത് ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ധീരമായ സമർപ്പണമാണ് മുസ്ലിങ്ങൾ അവരുടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ചെയ്തത്, ചെറിയ പ്രായക്കാർ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹവാരി എന്ന് വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. പിന്നീട് ഹജ്ജാജുമായി ഏറ്റുമുട്ടി മക്കയിൽ വധിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തത്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് റോമൻ പട്ടാളത്തിന് നടുവിലൂടെ 2 തവണയാണ് ഈ അന്നത്തെ ഈ ദ്വന്ദ്വ യുദ്ധങ്ങളും അതേപോലെ ധൈര്യമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി 2.5 ലക്ഷം വരുന്ന സൈന്യത്തിൻ്റെ നടുവിലൂടെ കുതിര ഓട്ടി ആ പോകുന്ന വഴിയിലൂടെ വാള് വീശി അപ്പുറത്തുപ്പുറത്തുള്ള ആളുകളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പോയി. അദ്ദേഹത്തിന് വെട്ട് ലഭിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും കുട്ടികൾക്ക് വിരലിട്ട് കളിക്കാൻ പറ്റുന്ന രൂപത്തിൽ പിന്നെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു, ആഘാതമായ വെട്ട് മുറിവുകളുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹു 100 കണക്കിന് പേരെയാണ് ആ യുദ്ധത്തിൽ വധിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം ഒന്ന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ല. സഹാബി വനിതകൾ പറയുന്നത്, തോറ്റോടുന്ന സൈന്യത്തിലെ സൈന്യത്തിൽ നിന്ന് തോറ്റോടിയ പട്ടാളക്കാർ ഒന്ന് തടഞ്ഞു വീണാൽ പോലും മരിച്ചു വീഴുന്നതാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ഒരാളുടെയും ആയുധം ഏൽക്കാതെ തന്നെ നിസാരമായ കാര്യത്തിന് മരണപ്പെടുക. അവർ ചെയ്ത ഒരു പിന്നെ രണ്ടാമത്തെ യുദ്ധപരമായി ചെയ്ത ഒരു അബദ്ധം, 8-10 വരുന്ന ഗ്രൂപ്പുകളായി ആളുകളെ തിരിക്കുകയും അവർക്ക് ബലം ലഭിക്കാൻ വേണ്ടി പരസ്പരം ചങ്ങലകളിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഇവരെ വലിക്കേണ്ട ജോലിയാണ് പിന്നെ ബാക്കിയുള്ളവർക്ക്. അടുത്തുണ്ടായിരുന്ന നദിയിൽ വീണുകൊണ്ടാണ് അതിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് കാണാൻ പറ്റും. അവർ ലേശം പുറകോട്ട് പോയതോടുകൂടി മുസ്ലിം സൈന്യത്തിൻ്റെ ആക്രമണം ശക്തമായി. അതോടുകൂടി പിന്നെ ചാവുന്നത് പുഴയിൽ വീണാണ്. 60,000 പട്ടാളക്കാരാണ് ആ യുദ്ധത്തിൽ റോമ സൈന്യത്തിന് നഷ്ടമായത്. അതായത് അവരുടെ സൈന്യത്തിൻ്റെ പിന്നെ 4/1 അവിടെ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങളിൽ നിന്ന് 3000-ഓളം ശുഹദാക്കളാണ് അവിടെ ഉണ്ടായത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്രിമ ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹുവാണ്. അബൂജഹലിൻ്റെ മകനാണ്. തൻ്റെ പിതാവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കാനും മുസ്ലിങ്ങളെ കൊല്ലാനും വേണ്ടിയാണ്. അദ്ദേഹം മുസ്ലിം ആയത് മക്ക ഫത്തഹിന് ശേഷമാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്, ഈ സഹാബികൾ എന്നൊക്കെ പറഞ്ഞാൽ മക്കം ഫത്തഹിന് ശേഷം മുസ്ലിമായ ആളുകളൊക്കെ ഇപ്പോൾ സഹാബിയായി ആദ്യകാലത്ത് ഹിജറ പോയ സഹാബിമാരുടെ കൂട്ടത്തിലൊക്കെ എണ്ണാൻ പറ്റുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും. അതിനുള്ള മരുന്നാണ് ഇക്രിമ ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം, അദ്ദേഹം ചോദിക്കുകയാണ്, മരിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരിക. 400ഓളം വരുന്ന കുതിരപ്പടയാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും അവർ മുഴുവൻ, അതിൽ മിക്ക ആളുകളും
റോമാ സൈന്യത്തിൻ്റെ ഉള്ളിലേക്ക് ആക്രമിച്ച് കടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശുഹദാക്കളായി മാറുകയുമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്ര ധീര യോദ്ധാവായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള കഴിവുകളെയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്, നിനക്കുള്ള അവസരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും അല്പം കാപട്യമുണ്ടെങ്കിൽ ആ സമയത്ത് അവർ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് അന്വേഷിക്കുക. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് ദിവസങ്ങളേ പിന്നിട്ടുള്ളൂ. ആ സമയത്താണ് ഹുനൈൻ യുദ്ധമുണ്ടായത്. അവിടേക്ക് പോയപ്പോൾ ഒരു കണ്ണ് അമ്പെയ്ത് പൊട്ടിയിരുന്നു. രണ്ടാമത്തെ കണ്ണ് പൊട്ടിയത് യർമൂക്ക് യുദ്ധത്തിൽ വെച്ചാണ്. പിന്നീട് അദ്ദേഹം അന്ധനായിട്ടാണ് ജീവിതകാലം മുഴുവൻ ജീവിച്ചത്. അദ്ദേഹത്തിനൊക്കെയാണ് പല ആളുകളും, മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ, ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കേട്ട് അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാതെ വിമർശിക്കാറുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ, മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ, അവരൊക്കെ ആരാണ് എന്നത് നമ്മൾ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള അവർ രചിച്ച വീരഗാഥകൾ വായിക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുക. അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, വളരെ ദിവസങ്ങൾ മാത്രമേ അവർ, അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾക്ക് നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കാത്ത വിജയങ്ങളും ഇസ്ലാമിനുള്ള സഹായവുമാണ് അവർ നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ഏതായിരുന്നാലും റോമൻ സൈന്യം വിശ്വാസികളുടെ ഈ മുന്നേറ്റത്തിന് മുന്നിൽ കൊല്ലപ്പെടുകയോ പിന്തിരിഞ്ഞോടുകയോ ചെയ്തു. രാജാവ് ആദ്യം തന്നെ അന്താക്കിയയിലേക്ക് കടന്നിരുന്നു. ബാക്കിയുള്ള രക്ഷപ്പെട്ട ആളുകളും അങ്ങോട്ട് പിൻവലിഞ്ഞു. ഇതോടുകൂടി വിശ്വാസികൾക്ക് വിജയം ഉറപ്പായി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അതുതന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. യർമൂക്ക് യുദ്ധത്തിൽ നടന്ന ഒരുപാട് വിശ്വാസികളെ ആവേശം കൊള്ളിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു സംഗതിയാണ്. അത് നടന്നത് യർമൂക്ക് യുദ്ധത്തിലാണ്. ഏതാണ് ആ സംഭവം? ഒരാൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ വെള്ളവുമായി പോയി, ഒരു കോപ്പ വെള്ളവുമായി ഓടുകയാണ് ഒരു സഹാബി. അടുത്തെത്തിയപ്പോഴാണ് തൊട്ടപ്പുറത്തുനിന്ന് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത്. അപ്പോൾ വെള്ളം ആദ്യം ചോദിച്ച സഹാബി പറഞ്ഞു വീണ് കിടക്കുന്ന ആ സഹാബി പറയാണ്, നിങ്ങൾ എൻ്റെ കൂട്ടുകാരനെ വെള്ളം കുടിപ്പിക്കൂ. അദ്ദേഹം വെള്ളപാത്രവുമായി കൂട്ടുകാരൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് മൂന്നാമതൊരാൾ വെള്ളത്തിന് വേണ്ടി വിളിക്കുന്നത് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു കൂട്ടുകാരനെ കൊടുക്കൂ. മൂന്നാമത്തെ ആളുടെ അടുത്ത് എത്തിയപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു. എന്നാൽ ആദ്യം ചോദിച്ച ആൾക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടു. രണ്ടാമത്തെ ആളും മരിച്ചു കിടന്നു. ആ വെള്ളം ഒരാൾക്കും നൽകാൻ പറ്റാതെ 3 പേരും തൻ്റെ കൂട്ടുകാരനെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തിന് നഷ്ടമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അവർ എന്ന് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഏത് ഘട്ടത്തിൽ? ചോരവാർന്ന് മരിക്കുന്ന ഘട്ടത്തിൽ, മരണവുമായി മല്ലിടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അത് അടുത്തെത്തുമ്പോൾ കേൾക്കുന്നത് തൻ്റെ സഹോദരൻ എനിക്ക് വെള്ളം എന്ന് പറയുന്ന വാക്കാണ്. ആരാണതെന്നറിയോ? ഒന്ന് ഇക്രിമ ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു. ഈ 3 സഹാബിമാരുമാണ് അങ്ങനെ മരണപ്പെട്ടത് എന്ന് ഇമാം തൊബറാനിയും ഇമാം ഹാക്കിമും ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ വളരെ ശ്രമകരമായി തന്നെ ഇതാരായിരുന്നു എന്ന് പിന്നെ അങ്ങനെ സംഭവം ശരിയാകുമോ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ സെർച്ച് നടത്തിയിരുന്നു. അപ്പോൾ തിരിച്ചറിയാൻ പറ്റിയത് നമ്മളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന നേരത്തെ പറഞ്ഞ ഇക്രിമ ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി അങ്ങനെ ഷഹീദായത് എന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. ഇതാണ് അവിടെ ഉണ്ടായ ഒരു രംഗം. അതേപോലെ തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വിശാലമായ മനസ്ഥിതി, ഒരു വിശ്വാസിക്ക് മാത്രമേ ആ രൂപത്തിൽ കീഴ്പ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ചില ആളുകളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് വിഷമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയോ? ഇന്നി ലാ ഉഖാതിലു ലി അജ്ലി അബീബക്കർ വലാലി ഉമർ, ഞാൻ അബൂബക്കറിന് വേണ്ടി ആയിരുന്നില്ല യുദ്ധം ചെയ്തത്, അപ്പോഴല്ലേ എന്നെ പിരിച്ചുവിട്ടാൻ എനിക്ക് പ്രയാസമുള്ളൂ. മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ നയിക്കുകയും അതിലൊക്കെ പോരാടുകയും ചെയ്തത് എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വിശ്വാസികളായ വനിതകളുടെ ത്യാഗങ്ങൾ, മുആദ് ബിൻ ജബൽ, അബൂ ഹുറൈറ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ ആളുകളുടെ ഒക്കെ ത്യാഗങ്ങൾ. ഹിറക്കൽ ചക്രവർത്തിയുടെ അടുത്തേക്ക് തോറ്റോടിയ സൈന്യത്തോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, എന്താണ് നിങ്ങൾ അവർക്ക് മുമ്പിൽ പരാജയപ്പെടാൻ കാരണം? നിങ്ങൾ 2.5 ലക്ഷം വരുന്ന എല്ലാ ആയുധങ്ങളുമുള്ള പട്ടാളക്കാർ, അവരോ വേണ്ടത്ര ആയുധങ്ങളില്ലാതെ വിശന്ന് വലഞ്ഞ് ദൂരമായി യാത്ര ചെയ്ത് വിദൂര സ്ഥലത്ത് വന്ന പാവങ്ങളായ ആളുകൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്? അപ്പോൾ സദസ്സിലുണ്ടായതൊരു വൃദ്ധം പറഞ്ഞു, അവർ രാത്രി നമസ്കരിക്കുന്നവരാണ്, പകൽ നോമ്പ് പിടിക്കുന്നവരാണ്, വാക്ക് പറഞ്ഞാൽ സത്യം പറയുന്നവരാണ്, വഞ്ചിക്കുന്നവരല്ല. നമ്മളോ കുടിച്ച് കൂത്താടി എല്ലാ തോന്നിവാസവും ചെയ്ത് വഞ്ചകരും കപടന്മാരുമാണ് എന്ന് അവരുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു.
ഹിറക്കൽ പറയുകയും ചെയ്തു. അതാണ് അതിൻ്റെ യഥാർത്ഥ മർമ്മം. വിജയം ലഭിക്കുന്നത് ആയുധബലം കൊണ്ടോ അംഗബലം കൊണ്ടോ അല്ല, മറിച്ച് വിശ്വാസം കൊണ്ടാണ് എന്ന് ഒരിക്കൽ കൂടി വിശ്വാസികൾ തെളിയിച്ച, ബദർ പോലെ തന്നെ തെളിയിച്ച മറ്റൊരു രംഗമാണ് ഈ യർമൂക്ക് യുദ്ധം എന്ന് നമുക്ക് കാണാൻ പറ്റും. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് വിശദമായി എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് യർമൂക്ക് യുദ്ധത്തിൻ്റേത്. അതിനുശേഷം അങ്ങോട്ട് ഷാം രാജ്യങ്ങൾ ഇസ്ലാമിനെ കീഴ്പ്പെടുന്ന ചെറിയ യുദ്ധങ്ങളാണ് പിന്നീടുണ്ടായത്. ഖാദിസിയ യുദ്ധത്തോടുകൂടി പൂർണ്ണമായി ഇസ്ലാമിക സൈന്യത്തിന് ആ രാജ്യങ്ങൾ കീഴ്പ്പെടുന്ന രൂപമാണ് പിന്നീട് ഉണ്ടായത്. ഏതാനും മാസങ്ങൾ വർഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം മുഴുവൻ വിശ്വാസികൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് കീഴ്പ്പെടുകയും മാതൃകാപരമായി തന്നെ അവിടെയുള്ള ഭരണം മുസ്ലിങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പറയപ്പെടേണ്ട ഒരു സംഗതിയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത് പോലെ ബൈത്തുൽ മുഖദ്ദസ് വിശ്വാസികളുടെ അടുത്തേക്ക് വന്നത്. അതേപോലെ തന്നെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളുമായി മുസ്ലിം സൈന്യം പ്രവർത്തിച്ച രൂപം, ഇടപഴകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും മറ്റു മതക്കാരുമായ ആളുകൾ അങ്ങനെ തന്നെ ജീവിക്കാൻ വിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും ഇസ്ലാമിക സമൂഹത്തിൻ്റെ കഴുത്തിലെ ഓരോ കോടാലിയായി അവരോടൊപ്പം ബാക്കിയായത്. ഈ കാര്യം തിരിച്ചറിയുന്നവരായിരുന്നു വിശ്വാസികൾ. പക്ഷേ ഇസ്ലാമിൻ്റെ കൽപ്പന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പട്ടാളക്കാർക്ക് എഴുതി കൊടുത്തിരുന്ന കൽപ്പനയായിരുന്നു, നിങ്ങൾ മഠങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ, പട്ടാളക്കാരല്ലാത്ത ഒരാളെയും വധിക്കാൻ പാടില്ല. ആ കൂട്ടത്തിൽ കൃഷിക്കാരെ വധിച്ചിരുന്നില്ല. അങ്ങനെ അവരുടെ കാര്യവുമായി നടന്നിരുന്ന ആളുകളെ ഒന്നും മുസ്ലിം സൈന്യം വധിക്കുകയോ അല്ലെങ്കിൽ ബന്ദികളായി പിടിച്ചു കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 10,000-കണക്കിന് ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ക്രൈസ്തവരും യഹൂദന്മാരും മറ്റു മതസ്ഥരുമായ ആളുകൾ അവിടെ ബാക്കിയായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് യർമൂക്ക് യുദ്ധവുമായി പറയാനുള്ളത്. ഈ സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ മരണപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബാക്കിയുള്ളത്. അതുകൂടി സംസാരിക്കുവാൻ, അതേപോലെ തന്നെ ബാക്കി സഹായിമാരുടെയൊക്കെ ചരിത്രങ്ങൾ പരമാവധി ശരിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഈ പറയുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ അള്ളാഹു ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള സഹാബിമാരുടെ അവദാനങ്ങൾ പറയുന്നതിലും വാഴ്ത്തുന്നതുമാക്കി അള്ളാഹു നമ്മളിൽ നിന്ന് അവൻ സ്വീകരിക്കുമാറാവട്ടെ. അത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന കുറ്റങ്ങളെയും കുറവുകളെയും അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.